നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്കൊരു വീട് ആവശ്യമാണ്. എന്നാൽ പലരും റെൻറ്റിൽ തുടരുക എന്നൊരു ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വീടുകൾ വാങ്ങുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു നല്ല ഡിസിഷൻ ആണോ? ഈ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത്? മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. ഈ ഒരു രീതിയിൽ തന്നെയാണ്, നമ്മളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. കാനഡയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു സെഷനാണിത്. ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പൊക്കെയാണ് ഇന്ന്. ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോബിഷ് ബേബി റിയൽറ്റർ, അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല ഡൗട്ട്സും കുറേ കാലമായിട്ട് ഞാൻ നമ്മുടെ വ്ളോഗ്സിൻ്റെ കമൻസ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. അതിനുവേണ്ടി നമുക്കൊരു എക്സ്പേർട്ടിനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കാനഡയിൽ പുതിയതായിട്ട് വരുന്നവർക്ക് വീട് വാങ്ങാൻ വേണ്ടി ആഗ്രഹമുണ്ടാവാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടാവാം. അതിനുവേണ്ടിയുള്ളൊരു കംപ്ലീറ്റ് സെഷനാണ്. കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ വ്ളോഗിൻ്റെ അവസാന ഭാഗത്ത് നമുക്കൊരു പുതിയതായിട്ട് വീട് വാങ്ങിയ ഒരു ഫാമിലിയെ പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ ഹോം ടൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വെൽക്കം ജോബിഷ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നാട്ടിലെവിടെയാണ്, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ പ്രൊഫഷനിലോട്ട് വന്നത്? ഓക്കെ, ബേബിച്ചേട്ടാ, എൻ്റെ പേര് ജോബിഷ് ബേബി. എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മെട്രോ വൈഡ് റിയാലിറ്റി ബ്രോക്കറേജ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ഞങ്ങളുടെ ഫാമിലി ഓൺഡ് ബിസിനസ് തന്നെയാണ്. അത് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ 1984 സ്റ്റാർട്ട് ചെയ്തതാണ്. സോ പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന, ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി ഈ ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് ആക്ച്വലി ഒരു ഫെസിലിറ്റീസ് മാനേജർ കം പ്രോപ്പർട്ടി മാനേജറാണ്. അപ്പം പിന്നെ ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതും. എൻ്റെ എക്സ്പീരിയൻസും അത് ഞാൻ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ സെയിൽസും റെൻ്റൽസും ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സോ ഓൾ ടുഗെദർ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു കൺസ്ട്രക്ഷനും വീടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതായതുകൊണ്ടും അങ്ങനെ ഇതിലേക്ക് തന്നെ വീണ്ടും സെലക്ട് ചെയ്തു. പിന്നെ കാനഡയിൽ ഒരു വൺ ഓഫ് ദ ബൂമിങ് അല്ലെ ഏറ്റവും എന്താ പറയണ്ടേ ഫാസ്റ്റ് ഗ്രോയിങ് ഫീൽഡ് റിയൽ എസ്റ്റേറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതേ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ ഞങ്ങൾ എഴുതി തയ്യാറാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പല ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. കാരണം നിങ്ങളുടെ ഡൗട്ടുകൾ തന്നെ ആയിരിക്കാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുമ്പോഴേക്കും മലയാളികളും വീടും, ഇപ്പം നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്കൊരു വീട് ആവശ്യമാണ്. എന്നാൽ പലരും റെൻറ്റിൽ തുടരുക എന്നൊരു ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളികൾക്ക് വേണ്ടി എന്താണ് സംസാരിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെ പറ്റി? ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ പറയും എല്ലാവർക്കും ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഹോം എന്ന് പറയുന്ന ഒരു ഡ്രീം ഹോം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഹോം ഞാൻ പറയുകയാണെങ്കിൽ പറയും ഏർലിയർ ദ ബെറ്റർ. പ്രത്യേകിച്ച് കാനഡ അല്ലെ ഇപ്പോൾ ടൊറൻറ്റോയിൽ ഭയങ്കരമായിട്ട് റെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ലാസ്റ്റ് 2 years കമ്പയർ ചെയ്യുമ്പം. അപ്പം അത്രയും പൈസ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ശരിക്കും വർത്താണോ എന്ന് നമ്മൾ ആലോചിക്കുക. എനിക്ക് തോന്നുന്നു ഈവൻ ഒരു ബേസ്മെൻ്റ് ആണെങ്കിൽ പോലും അറൗണ്ട് $2,000, $1,800 to $2,000. പിന്നെ ഒരു 1 bedroom അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു $2,200 പ്ലസ് പാർക്കിംഗ് ഫീസ്. അപ്പം ഇനി കോണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ $2,500 പ്ലസ് വരുന്നുണ്ട്. ടൗൺ ഹൗസസ് ആണെങ്കിലും സംതിങ് ക്ലോസ് ടു 2,750. അപ്പം ദാറ്റ്സ് എ ബിഗ് എമൗണ്ട്. അപ്പം നമ്മളൊരു വർഷം അവിടെ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് 30,000 നമ്മൾ ടുവേർഡ്സ് റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 2 years ഒരാൾ റെൻറ്റിന് താമസിക്കുവാണെങ്കിൽ 60,000 ആണ്. അപ്പം യു ആർ പേയിങ് സംബഡി എൽസസ് പാർട്ട് ഓഫ് മോർഗേജ്. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ച് ഞാൻ പറയില്ല സംബഡി എൽസസ് മോർഗേജ്, ബട്ട് സംബഡി എൽസസ് പാർട്ട് ഓഫ് ദ മോർഗേജ്. അപ്പം പിന്നെ ഒരു ബിഗിനറെ സംബന്ധിച്ച് വൺസ് യു ഹാവ് സേവ്ഡ് അപ്പ് മണി ഫോർ യുവർ ഡൗൺ പേയ്മെൻറ്റ്, എത്രയും പെട്ടെന്ന് വീട് മേടിക്കുക. അതിപ്പം ഫുൾ മണി സേവ് ആയിട്ടില്ലേ പോലും പ്രീ കൺസ്ട്രക്ഷൻ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം അത് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കൊക്കെ വീട് വാങ്ങാൻ പറ്റും ഇവിടെ? അതായത് ടെമ്പററി റെസിഡൻസ് ഉണ്ട്, പിന്നെ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ടുള്ളവരുണ്ട്, പിന്നെ സിറ്റിസൺഷിപ്പ് എടുത്തവരുണ്ട്. ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ലീഗലായിട്ട് ആർക്കൊക്കെ വീട് വാങ്ങാൻ സാധിക്കും? ഓക്കെ, ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഈവൻ വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാർക്ക് പോലും വീട് വാങ്ങാൻ പറ്റും. ഫോറിൻ ബയേഴ്സ് ടാക്സ് ഇംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് വിസിറ്റ് വിസയിലുള്ളവർക്കോ PR വർക്ക് പെർമിറ്റോ സിറ്റിസൺഷിപ്പോ ഇല്ലാത്തവർക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയല്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് ഈവൻ ലോൺ വരെ അപ്രൂവൽ വരുന്നുണ്ട്.
പക്ഷേ അവരുടെ ഡൗൺ പേയ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കണം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈവൻ വർക്ക് പെർമിറ്റിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ LMAയിലുള്ള ഒരാളാണ്, PR ഇൻവിറ്റേഷൻ കിട്ടിയാൽ PR അണ്ടർ പ്രോസസ്സ് ആണെങ്കിൽ പോലും ഇപ്പം മാർക്കറ്റ് ഒരു ബയേഴ്സ് മാർക്കറ്റാണ്. ഇപ്പം ഒരു ലാസ്റ്റ് ഒരു 1 year എബോ ആയിട്ട് ആ ഒരു ട്രെൻഡിലാണ് പോകുന്നത്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ പ്രീ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. അപ്പം അതിൽ ക്രമേണ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പം മേ ബി ഒരു 1.5-2 years ആകുമ്പോഴത്തേക്കായിരിക്കും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റിലും സെറ്റ് ആവും, നിങ്ങൾക്ക് PR റെഡിയാവും, പ്ലസ് വീടും രണ്ടും ഒരുമിച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുവൈറ്റിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ തന്നെ കുറച്ച് പൈസയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഈ ഡൗൺ പേയ്മെൻറ്റിലോട്ടൊക്കെ ഇടാൻ പറ്റുമോ? തീർച്ചയായും. ഓക്കെ. ഞാൻ പറയുവാണെങ്കിൽ പറയും, ഞാൻ മിഡിൽ ഈസ്റ്റിൽ ദുബായിലുണ്ടായിരുന്നതാണ്. അപ്പം നമ്മളൊക്കെ അവിടുത്തെ സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് നാട്ടിലേക്ക് അയക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനോ ചെയ്യും. അപ്പം നമ്മൾ എവിടെയാണ് സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കാനഡയാണോ, നമ്മൾ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ബെറ്റർ ഫ്യൂച്ചർ നോക്കിയിട്ടാണല്ലോ ഇപ്പം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ നാട്ടിലേക്ക് ആ പൈസ അടയ്ക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഒരു ഈച്ച് മെമ്പറിന് $10,000 ക്യാഷ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇവിടെ. അപ്പം 4 പേരുള്ള ഒരാളാണെങ്കിൽ എല്ലാവരും ഇപ്പം ഇപ്പോൾ ആ ഒരു 18+ ആയിട്ടുള്ള ആൾക്കാരെ വരുന്നെങ്കിൽ ദേ ക്യാൻ ബ്രിങ് ക്യാഷ് $40,000. അതിന് ടാക്സ്, പിന്നെ നമ്മൾ PR പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ ഇപ്പം നാട്ടിലാണെങ്കിൽ ആൾക്കാർ ടാക്സ് മേടിച്ചും കാര്യങ്ങൾ കുറേയൊക്കെ ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ബിജോച്ചേട്ടനാണെങ്കിലും കാനഡ ഒരു എന്താ പറയണ്ടേ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യങ്ങളാണ് എല്ലാം. നമ്മൾ ജെന്യുവൻലി ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് ഉള്ള ഡൗൺ പേയ്മെൻറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് ഞാൻ പറയും ടു സ്റ്റാർട്ട്. നമ്മളൊരു എല്ലാവരുടെയും ഡ്രീം ഒരു ഡിറ്റാച്ച്ഡ് വീടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സ്വപ്നം ഉണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ സ്റ്റാർട്ട് വിത്ത് സംതിങ് സ്മോൾ. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ പറയും എന്താ പറയുക, ഏർലിയർ ദ ബെറ്റർ എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ട് വിത്ത് സംതിങ് സ്മോൾ. സോ യു ഹാവ് ദാറ്റ് ഫീലിംഗ്, ഐ ഹാവ് എ ഹൗസ്. നമ്മൾ 8 hours ഇവിടെ ജോലി എടുക്കുന്നു, 1 hour നമ്മൾ ട്രാവൽ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, അപ്പോൾ ടോട്ടൽ 10 hours. ബാക്കി 14 hours നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരാളുടെ ബേസ്മെൻറ്റിലോ അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിലോ ആകാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പം ആ ഒരു ബിലോങ്ങിങ്നെസ് ഫീലിംഗ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ അതായത് കരിയറിലൊന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോക്കി തുടങ്ങുക. പിന്നെ നോക്കുന്നത് നമുക്ക് ടൈപ്പ് ഓഫ് ഹൗസസ് നോക്കുമ്പോഴേക്കും ഏറ്റവും അഫോർഡബിളായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും ഏത് ഹൗസായിരിക്കും, പിന്നെ പ്രൈസ് റേഞ്ച്, ലൊക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? യെസ്, ഇത് ഇവിടെ ഇപ്പം മെയിനായിട്ടുള്ളത് കോണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതായത് ഹൈ റൈസ് ബിൽഡിങ്സ്. പിന്നെ ഉള്ളത് നമുക്ക് സ്റ്റാക്ഡ് ടൗൺ ഹൗസസ് ഉണ്ട്. സ്റ്റാക്ഡ് ടൗൺ ഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് മൾട്ടിപ്പിൾ, ചിലപ്പോൾ നമ്മുടെ എബോവ് സീലിങ്ങിൽ മേലെ ഒരു യൂണിറ്റ് ഉണ്ടാവാം, സൈഡിൽ യൂണിറ്റുകൾ ഉണ്ടാവാം, ഒത്തിരി സ്റ്റെയർസ് ഉണ്ടാവാം. ചിലപ്പോൾ ഏജ് അല്ലെ ഇപ്പം മുട്ടിൽവേദനയുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെയുള്ള ടൗൺ ഹൗസസ് ഉണ്ട്, റോ ടൗൺ ഹൗസസ് ഉണ്ട്. റോ ടൗൺ ഹൗസസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഈ സ്റ്റാക്ഡ് ടൗൺ ഹൗസസ് മിക്കതും കോണ്ടോ ടൗൺ ഹൗസസ് ആയിരിക്കും. അപ്പം ഈ കോണ്ടോ അപ്പാർട്ട്മെൻറ്റിനും കോണ്ടോ ടൗൺ ഹൗസസിനും ഒരു മെയിൻ്റെനൻസ് ഫീ ഉണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വരാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫ്രീ ഹോൾ ടൗൺ ഹൗസസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സെമി ഡിറ്റാച്ച്ഡ് വീടുകൾ. ഓക്കെ, ഈ സെമി ഡിറ്റാച്ച്ഡ് വീടുകൾക്ക് നമ്മൾ ഒരു വോളാണ് 2 വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ടൗൺ ഹൗസസ് എൻഡ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ യൂണിറ്റുമായിട്ട് നമ്മുടെ വോൾസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഉള്ളതാണ് ഡിറ്റാച്ച്ഡ് വീട്. എല്ലാവരുടെയും ഡ്രീം ഡിറ്റാച്ച്ഡ് വീടാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് സോ ഈസി അല്ലേ. നമ്മൾ അങ്ങനെ ഇതെല്ലാം വാല്യൂ അപ്രൈസലിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ അപ്രിഷ്യേറ്റ് ചെയ്യും. പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് അതിൽ നിന്ന് ഇപ്പം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അറിയാവുന്ന ഒരാൾക്കാണ് ഇക്വിറ്റി എടുത്ത് വേണേൽ ഫർദർ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വീടുകൾ വാങ്ങുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു നല്ല ഡിസിഷൻ ആണോ? കാരണം മലയാളികൾ ഒത്തിരി പേരും കാണുന്ന കുറേ വീടുകൾ ഉണ്ട്, എന്നാൽ ഇപ്പോഴത്തെ മോർഗേജ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ജോബിൻ്റെ അഭിപ്രായം എന്താണ്? പേഴ്സണൽ ചോയ്സ് ആണ്, പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നു വിതിൻ GTA ഒരു പ്രോപ്പർട്ടിയും ക്യാഷ് ഫ്ലോ പോസിറ്റീവായിട്ട് വരികയില്ല. ഈവൻ നമ്മൾ ബേസ്മെൻറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണെങ്കിൽ പോലും Tier 2 സിറ്റീസ് ഉണ്ട്, അതായത് കിച്ചണർ, വാട്ടർലോ, കേംബ്രിഡ്ജ്,
പിന്നെ നമ്മുടെ ഇപ്പോൾ കിങ്സ്റ്റൺ അല്ലെങ്കിൽ ബാരി, ലണ്ടൻ, ഇവിടെയുള്ള സെൻറ്റ് തോമസ്, അവിടെയൊക്കെയുള്ള വീടുകളാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 500 to 600,000 റേഞ്ചിൽ വരുന്ന ഒരു വീട് നമ്മൾ ഇപ്പോൾ ബേസ്മെൻറ്റ് റെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്കത് ചെയ്തിട്ട് വേണേൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ലാതെ വിതിൻ GTA ഈ പറഞ്ഞ പോലെ എനിക്കൊരു ചലഞ്ചായിട്ടാണ് തോന്നുന്നത്. പിന്നെ അഗെയിൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ രണ്ട് കാര്യമുണ്ട്. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, ഈസ് ഇറ്റ് റിയലി വർത്ത്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാളും ഞാൻ പറയുകയാണെങ്കിൽ പറയും നമ്മുടെ മോർഗേജ് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക, ഫ്രീ ആവുക. ഇപ്പം ഒരു ലാസ്റ്റ് 2 yearsൽ ഇവിടെ നടക്കുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. 3 വീടുള്ള ആൾക്കാർ പോലും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവർ ദേ ബോട്ട് ഇറ്റ് അറ്റ് എ വെരി ഹൈ പ്രൈസ്, ദേ കാൺ ഗെറ്റ് എന്താ മോർഗേജ് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, വാല്യൂ കിട്ടുന്നില്ല. അപ്പം നമ്മളെപ്പോഴും ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ ഒത്തിരി റിസ്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ ദ കീപ്പ് ഓൺ ആഡിങ് ഹൗസസ്. ഇഫ് നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും പേ ഓഫ് യുവർ മോർഗേജ് അറ്റ് ദി ഏർലിയസ്റ്റ്. കാരണം അടുത്തത് ഈ ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോൾ ബേസ്മെൻറ്റ് ഇത് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇത് പറയുന്നത്. കൺവെൻഷണൽ രീതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. കാരണം എല്ലാവരും പറയും ബേസ്മെൻറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണെങ്കിൽ നമുക്കത് മോർഗേജ് സപ്പോർട്ടറാണെന്ന് പറയും. നമ്മളെപ്പോഴും ഒരു വീട് മേടിക്കുമ്പോൾ ബേസ്മെൻറ്റ് ഫിനിഷ്ഡ് യൂണിറ്റ് ആണെങ്കിൽ നോബഡി ഈസ് യുവർ ഫ്രണ്ട് ഈ ബിസിനസ്സിൽ. അപ്പം നമുക്ക് തരുന്ന സെല്ലറും ഫ്രീ ആയിട്ടല്ല നമുക്ക് ഫിനിഷ്ഡ് ബേസ്മെൻ്റ് ഉള്ളൊരു യൂണിറ്റ് തരുന്നത്. ഒബിയസ്ലി പുള്ളി അതിൻ്റെ പ്രൈസ് ആഡ് ചെയ്തിട്ടാണ് ഈ വീട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മേ ബി ഒരു 50 to 60,000 അല്ലെങ്കിൽ 75,000 ഓൾറെഡി ഓവർ പേ ചെയ്യുന്നുണ്ട് ഈ ബേസ്മെൻറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു യൂണിറ്റിന് വേണ്ടി. ഇനി സെക്കൻഡ് നമ്മളൊരു വീട് എടുത്തിട്ട് ബേസ്മെൻറ്റ് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ഒരു 45 to 60K ആണ് ഇപ്പം ഒരു ലീഗൽ ബേസ്മെൻറ്റ് ചെയ്യുന്നതിന് വരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഒരു മിനിമം ഒരു 3 years ടൈം എടുക്കുന്നുണ്ട്. ഒബിയസ്ലി മോർഗേജ് സപ്പോർട്ടർ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അപ്ഫ്രണ്ട് നമ്മളൊരു 60,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഈസ് ഇറ്റ് റിയലി വർത്ത്? ഞാൻ എന്താ പറയുക 60,000 കൊടുത്തിട്ട് 3 years കൊണ്ട് കളക്ടിങ് എന്താ പറയേണ്ട ഫണ്ട് ഫ്രം സംബഡി ആൻഡ് ഫില്ലിങ് ദ ഗ്യാപ്പ്, അതെയോ നമുക്ക് ഉള്ളത് കൊണ്ട് എന്താ പറയുക. പിന്നെ പ്രൈവസി മാറ്റേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നുണ്ട് റെൻറ്റിന് കൊടുക്കുമ്പോൾ ദ മൂമെൻറ്റ് നമ്മുടെ കീ കൊടുത്തു കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ എന്താ പറയുക ടെനൻസ് ലാൻഡ് ലോഡും ഓണർ ടെനൻറ്റുമായി മാറും. പിന്നെ കാരണം അവരുടെ കയ്യിലാണ് കൺട്രോൾ. പിന്നെ യു ആർ അറ്റ് കൈൻഡ് ഓഫ് ദെയർ മേഴ്സി. നമുക്ക് അവരെങ്ങനെ വീട് ടേക്ക് കെയർ ചെയ്യുന്ന അറിയത്തില്ല. ഒത്തിരി പേർക്ക് ഡാമേജ് വന്നിട്ടുണ്ട് പ്രോപ്പറായിട്ട്. പിന്നെ ഇവിടുത്തെ റൂൾസ് എല്ലാം ടെനൻസിന് ഫേവറബിളാണ് ഒത്തിരി. അപ്പം അവരെ എവിക്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മൾ ചില സമയത്തൊരു വറീസ് ഇൻവൈറ്റഡ് ആവാം. ഈ ഒരു ഇൻകം ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് മാത്രം പോകരുത്. അതിലും നല്ല ഞാൻ എപ്പോഴും പറയുവാണെങ്കിൽ പറയും നമ്മുടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് മേടിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഒത്തിരി വേറെ രീതികളുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ സ്റ്റോക്സ് നല്ല ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ട്. ദർ ആർ അതർ വേസ് ടു എൻജോയ് യുവർ ലൈഫ്. നമ്മളിങ്ങനെ എപ്പോഴും ആഡ് ഓൺ ചെയ്ത് ബേർഡൻ കൂട്ടാതെ നിങ്ങളുടെ മോർഗേജ് ഏർലിയർ ഫിനിഷ് ചെയ്യുക. കാരണം $3,000 നമ്മൾ EMI അടയ്ക്കണമെങ്കിൽ നമ്മൾ $4,000 വർക്ക് ചെയ്യണം. കാരണം ടാക്സ് ഡിഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് ഈ $3,000. അപ്പം അത് നമ്മളാണൊരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് ഞാൻ പറയുക. ഇനി നമുക്ക് വീടിന്റെ ചെലവുകളിലോട്ട് വരാം. ആദ്യം തന്നെ മോർഗേജ്. ഒരു സാധാരണ ഒരു വീട് എടുത്തു കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാണാൻ പോകുന്ന വീട്, അതിന് എത്രയാവുമായിരിക്കും ഏകദേശം നമ്മളൊരു മാസത്തെ അടവ് മോർഗേജ് വരുന്നത്? അപ്പം ആ വീട് എന്ന് പറയുന്നത് നമ്മളൊരു 827,000 മേടിച്ചൊരു വീടാണ്. അപ്പോൾ അതിന് നമ്മൾ അതിലും കൂടുതൽ പ്രൈസിന് ലിസ്റ്റ് ചെയ്ത വീടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓഫർ കൊടുത്തു, ഇൻസ്പെക്ഷന് പോയി. ഇൻസ്പെക്ഷന് പോയപ്പോൾ നമ്മളൊരു ഡിഫോൾട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും സെല്ലറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ പ്രൈസ് വീണ്ടും റെഡ്യൂസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ റിപ്പയർ കോസ്റ്റ് നമ്മൾ സെല്ലറെ കൊണ്ട് തന്നെ ബെയർ ചെയ്യിപ്പിച്ച് എടുത്തൊരു വീടാണ്. പഴയ വീടാകുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻസ്പെക്ഷന് പോകും. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ബയേഴ്സ് മാർക്കറ്റാണ്. നമുക്ക് വി ഹാവ് മോർ പവർ ടു നെഗോഷിയേറ്റ്. അപ്പം അവർ ഡൗൺ ഇട്ടത് വെച്ച് നോക്കുമ്പം ഇപ്പോഴത്തെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുവെങ്കിൽ പോലും ഏകദേശം എനിക്ക് പറയുകയാണെങ്കിൽ ഒരു 3,500 ആ റേഞ്ചിലാണ് വരുന്നത്. പ്ലസ്
നമ്മൾ ആരും കൂട്ടാത്ത എക്സ്പെൻസസ് യൂട്ടിലിറ്റി നമ്മൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് പ്രോപ്പർട്ടി ടാക്സ്, അത് ഓരോ റീജിയനും ഓരോ ഇതിനും വ്യത്യാസമുണ്ട്. പ്രോപ്പർട്ടി ടാക്സ് ഒരു അഡീഷണൽ എക്സ്പെൻസ് ആണ്. ഓൾ ടുഗെദർ ഇപ്പം ഐ വുഡ് സേ ഒരു മിനിമം ഒരു 10-15% അഡീഷണൽ ആയിട്ട് നമ്മൾ കരുതണം ബാക്കിയുള്ള എക്സ്പെൻസസ് ആയിട്ട്. ഏകദേശം ഒരു 4200, 4250 ആ ഒരു റേഞ്ചാണ് എനിക്ക് തോന്നിയത്. അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇപ്പം എല്ലാവരും മേടിക്കാൻ നേരത്ത് നമ്മൾ മോർഗേജിന്റെ അടവ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ നമുക്ക് ബിൽസ് വന്നു കൊടുക്കുമ്പോൾ ഒത്തിരി എന്താ പറയണ്ട ഒരു സർപ്രൈസ് പോലെ ആയിപ്പോവും. പ്രോപ്പർട്ടി ടാക്സ് ഒരു ബിഗ് ഫാക്ടറാണ്. ചില ഏരിയയിൽ പ്രോപ്പർട്ടി ടാക്സ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ പറയും, നമ്മൾ വീട് മേടിക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി ടാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് മേടിക്കണം. കാരണം ചില ഏരിയയിൽ ഒത്തിരി കൂടുതലാണ്, 10% ഒക്കെ. അതായത് ഇപ്പം 1 million വീടിന് 10,000 വരുന്ന സ്ഥലം പോലും ഉണ്ട് ഇൻ എ ഇയർ, വിച്ച് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് 850 പെർ മന്ത്. അപ്പം നമ്മുടെ മോർഗേജിൻ്റെ കൂടെ ആ ഒരു എക്സ്പെൻസും കൂടെ കൂടുകയാണ്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ പിന്നീട് ഒരു സർപ്രൈസ് ആയിട്ട് ആൾക്കാർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. ഈ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത്? കാരണം നമുക്കിപ്പം ഇവിടെ വന്നൊരു ജോലിയായി, ഞാൻ ഇടയ്ക്ക് കേട്ട ഒരു ഇക്വേഷനാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസ്. ആദ്യം സേവിങ്സ് മാറ്റി വെക്കുക. അതിലൊരു ഇൻപുട്ട് എന്താ തരാൻ പറ്റുന്നത്? അത് വളരെ നല്ലൊരു തോട്ടാണ്. ഞാൻ എപ്പോഴും ആൾക്കാർ പറയുകയാണെങ്കിൽ പറയും, ഇവിടെ വന്ന് ഓക്കെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒരിക്കലും മാറിയല്ല. അത് കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മലയാളികൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ലിറ്ററസി റേറ്റും നമ്മൾ എല്ലാവരും ഒരു അച്ചീവേഴ്സാണ്. എനിക്ക് തോന്നുന്നത് മലയാളികളില്ലാത്ത സ്ഥലങ്ങൾ കാണുകയല്ല, ഒത്തിരി നമുക്ക് എന്താ പറയണ്ടേ അഭിമാനിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആസ് എ മലയാളി. പക്ഷേ അതുകൊണ്ട് തന്നെ പറയുന്നത്, എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ പറയും, നമുക്ക് ഈസി ആയിട്ട് ഒരു വിതിൻ 2 years നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കപ്പിളുള്ളൊരു വീടാണെങ്കിൽ നമുക്ക് ബൈ വീക്ക്ലി പേയ്മെൻറ്റ്സ് ആണല്ലോ ഇവിടെ. അപ്പം ഹസ്ബൻഡ് ഒരു $250 മാറ്റി വെക്കുക, വൈഫ് ഒരു $250 മാറ്റി വെച്ചാൽ ഒരു 13,000 പെർ പേഴ്സൺ സേവ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും കൂടെ ആകുമ്പോൾ 26,000 ആയി. അപ്പോൾ 26,000 ഒരു വർഷം സേവ് ചെയ്തു. നെക്സ്റ്റ് ഇയറും 26,000 സേവ് ചെയ്യാൻ നോക്കുക. ടോട്ടൽ 52,000 സേവ് ചെയ്തു. ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ ദ ഡൗൺ പേയ്മെന്റ്. അത് നല്ലൊരു ഐഡിയ ആണ്. വലിയൊരു എമൗണ്ടും അല്ല. നമ്മളിപ്പം എത്ര പ്രാവശ്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, അല്ലെ നമ്മൾ ഡ്രസ്സ് മേടിക്കുന്നു, അല്ലെങ്കിൽ ടിമോട്ടൻസിൽ പോകുന്നു, അല്ലെ സ്റ്റാർബക്സിൽ. അപ്പം നമ്മളങ്ങനെ അൺവാണ്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സ്പെൻസസുകളുണ്ട് നമ്മുടെ ലൈഫിൽ. അത് ഇതെല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടാണ് സേവിങ്സ് മാറ്റിയത്. ഞാൻ പറയുന്നത് സാലറി കിട്ടുമ്പോഴേ ഇവിടെ FHSA അക്കൗണ്ട് ഉണ്ട്, അത് വളരെ ബെനിഫിഷ്യൽ. RRSP കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ലോണായിട്ട് വേണേൽ വിഡ്രോ ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്യാം. ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട് സേവ് ചെയ്യാൻ. അപ്പം ഈ $250 ബൈ വീക്കിലി മാറ്റി വെച്ചാൽ ഒരു വർഷം 13,000 ഹസ്ബൻഡും സേവ് ചെയ്തു, 13,000 വൈഫും സേവ് ചെയ്താൽ 26,000 വിച്ച് ഈസ് ഈസി. ഒരു 250 ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ബേർഡൻ ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എത്ര വലുപ്പമുള്ള വീട് വാങ്ങണം? അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നാട്ടിൽ വീട് വെക്കുമ്പോൾ നമ്മൾ ഗൾഫിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുകയാണെങ്കിലോ UK പോവുകയാണെങ്കിലോ വീടൊരു സിമ്പിളാണ്. നമുക്ക് ഇത്തിരി പൈസയൊക്കെ ആയി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു സിമ്പിൾ. എന്നാൽ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഹോംസാണ് നാട്ടിൽ വെക്കുന്നത്. അപ്പോൾ കാനഡയിൽ നമ്മൾ എത്ര വലുപ്പമുള്ളതായിരിക്കണം നോക്കേണ്ടത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മുടെ പോക്കറ്റിന് വലുപ്പം നോക്കിയിട്ടുള്ള വീട് മേടിക്കുക. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും വലിയ വീട് താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയും, മുമ്പ് പറഞ്ഞ പോലെ വീടിൻ്റെ EMI മാത്രമല്ല, അല്ലെ മോർഗേജ് പേയ്മെൻറ്റ് മാത്രമല്ല, ഒരുപാട് അഡീഷണൽ എക്സ്പെൻസസുകളുണ്ട്. വീടിൻ്റെ വലുപ്പം, വീടിൻ്റെ പൈസ അനുസരിച്ചാണ് നമ്മുടെ ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസിൻ്റെ ഇത് വരുന്നത്, പ്രോപ്പർട്ടി ടാക്സ്, യൂട്ടിലിറ്റി ബിൽസ്, ഇതൊക്കെ വരുന്നത്. ഇതിനേക്കാളപ്പുറം നമ്മുടെ ഈ കാനഡയിൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കറിയാം, നമുക്ക് മെയ്ഡ്സിനെ അല്ലെങ്കിൽ നമുക്കൊരു സെർവൻസിനെ കിട്ടാൻ എക്സ്പെൻസീവാണ്. അപ്പോൾ ഒന്ന് വീട് വൃത്തിയാക്കുക,
അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഈവൻ പെയിൻ്റ് അടിക്കണേ പോലും ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് എന്താണോ നമുക്ക് നമ്മുടെ ആക്ച്വൽ റിക്വയർമെൻറ്റ് എന്താണോ അത് മേടിക്കുക. അല്ലാതെ ഇപ്പം മിക്ക നെയ്ബർഹുഡിലും നെയ്ബേഴ്സ് തമ്മിൽ പരസ്പരം മിണ്ടാറോ അല്ലെ അറിയത്ത് പോലുമില്ല. അപ്പം ഞാൻ വലിയൊരു വീട് മേടിച്ചു അല്ലെ വലിയൊരു വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തുകൊണ്ട് ആരാണ് ഞാൻ എന്താണെന്നോ അല്ലെ നോബഡി ഈസ് ബോതേഡ്. എല്ലാവരും ഇവിടെ അവനവൻ്റെ കാര്യങ്ങളിൽ ഭയങ്കര തിരക്കിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. പിന്നെ അറിയാം ഇവിടുത്തെ കൾച്ചറും അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവനവൻ്റെ ബഡ്ജറ്റിന് അവനവൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചൊരു വീട് മേടിക്കാനേ പറയുള്ളൂ. അപ്പോൾ നാട്ടിൽ നമ്മൾ വീട് വയ്ക്കുന്നതിനെ പറ്റി എന്താണ് ജോഷിൻ്റെ അഭിപ്രായം? അതും ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പറയും നമ്മൾ ഇവിടെ സെറ്റിൽ ആവാനുള്ളൊരു പ്ലാനാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീട് മേടിക്കുകയോ ചെയ്യാൻ പറയും. കാരണം നാട്ടിലിപ്പോൾ ഒരുപാട് വീടുകൾ ഒഴിവായി കിടക്കുവാണ്. ആരും പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പോലും എനിക്ക് നാട്ടിൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ള അപ്രിസിയേഷൻ വളരെ കുറവായിരുന്നു. ലാൻഡിന് അപ്രിസിയേഷൻ വന്നിട്ടുണ്ടാകാം, പക്ഷേ പ്രോപ്പർട്ടി വീട് അല്ലെങ്കിൽ ഫ്ലാറ്റിന് വന്ന അപ്രിസിയേഷൻ വളരെ കുറവാണ്. ഒന്ന് നമ്പർ ഓഫ് അവൈലബിൾ യൂണിറ്റ്സ് ഇപ്പം കൊച്ചിയിലാണേലും ഈവൻ ട്രിവാൻഡ്രം ആണേലും ഹൈടെക് സിറ്റികളിൽ പോലും ഒത്തിരി അധികമുണ്ട്. അപ്പം പിന്നെ എപ്പോഴും പുതിയ ട്രെൻഡിലുള്ള ഫ്ലാറ്റ്സ് വരുന്നു, വില്ല പ്രൊജക്ട്സുകൾ വരുന്നു. അപ്പം എല്ലാവരും ട്രെൻഡിനൊപ്പം പോകുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പം നമ്മുടെ ഇപ്പം എല്ലാവരും പുറത്തേക്ക് പോകാനാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഫീസിബിൾ ആയിട്ടുള്ളൊരു ഇതല്ല. അതേസമയം നമ്മുടെ പേരൻസ് നാട്ടിലുണ്ട്, നമുക്ക് അവർക്ക് നല്ലൊരു വീട് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ പറയും ശരിക്കും ഇവിടെ തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ കിട്ടുന്ന മോർഗേജ്, അതായത് 30 വർഷം 25 വർഷം അങ്ങനെയുള്ള ഒരു റേഞ്ചാണല്ലോ വരുന്നത്, അത് നമുക്ക് പ്രീ ക്ലോസ് ചെയ്യാൻ പറ്റും? നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത് ഫ്രീ ആവാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അത് ഞാൻ ശരിക്കും ഒരു ലൈസൻസ്ഡ് മോർഗേജ് പ്രൊഫഷണലാണ്, പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു കുറച്ചും കൂടി ഒരു ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു ഒതൻറ്റിക് ആയി പറയാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ ഒരു തോന്നൽ എല്ലാവർക്കും ഒരു അജ്ഞത അല്ലെ അറിവില്ലായ്മയുണ്ട്. അതിൽ നമുക്ക് പ്രീ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഒരു പെനാൽറ്റി ഉണ്ടാവും അതിന്. പിന്നെ ഇപ്പം 35 ഇയേഴ്സ് വരെ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനും ഈവൻ പ്രീ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിനൊക്കെ നമുക്ക് അമോർട്ടൈസേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ലോൺ ടെന്യൂർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയും പൊതുവെ ഒരു ലാസ്റ്റ് 1.5 ഇയറിൽ ഇപ്പം ഒരു 6% ഒക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും ഇപ്പം ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് 3 ഇയർ ഒക്കെ 4.69 ആ റേറ്റിലൊക്കെ ആസ് ഓഫ് ടുഡേ പോകുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഈസ് ഗെറ്റിംഗ് ബെറ്റർ, 2.7 ആണ്, കുറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലേഷൻ റേറ്റും. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വരും. അപ്പം ഞാൻ പറയും 3 months ഇൻട്രസ്റ്റ് ആണ് പെനാൽറ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ആ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു റഫ്ലി അറൗണ്ട് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 6,000 ഒക്കെയാണ് ഇൻട്രസ്റ്റിന് ഒരു 500,000 അല്ലെ ഒരു 600,000 മോർഗേജ് ഉള്ള ഒരാൾക്ക് വരുന്നതെങ്കിൽ അതിലൊരു അപ് ടു 1,500 അല്ലെ 2,000 വരെ നമുക്ക് ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ക്യാഷ് ബാക്ക് പോലെ കിട്ടും. അവർ നമ്മളൊരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ അപ്പം ഒരു ക്ലയൻറ്റിനെ ആഡ് ചെയ്യുവാണല്ലോ. അപ്പം അങ്ങനെ കിട്ടാറുണ്ട്. അപ്പം നമ്മുടെ ഒരു ആഫ്റ്റർ ഓൾ നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ്, ഒരു പെനാൽറ്റി അല്ല നമുക്ക് ആ ഒരു ഇത് വരുന്നത് കുറവായിരിക്കും. പിന്നെ നമ്മുടെ പ്രിൻസിപ്പിളിലേക്ക് അപ്പം നമ്മൾ കൂടുതൽ പേയ്മെൻറ്റ് പോകും. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഇത് ആഡ് ചെയ്യുവാണ്. നമ്മളിപ്പോഴും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ്, ഇത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. എല്ലാവർക്കും അത് ആ രീതിയിലാവണമെന്നില്ല, അല്ലെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതായത് നമ്മളിപ്പം ഒരു വീട് മേടിച്ച് കഴിയുമ്പോൾ അതിന് വാല്യൂ അപ്രിസിയേഷൻ വന്നു, അപ്പം നമുക്ക് ഇക്വിറ്റി കിട്ടും, ബാങ്കിൽ നിന്ന് ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു ട്രെൻഡ് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞാൽ നമ്മുടെ മലയാളീസ് എപ്പോഴും ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അടുത്ത വീട് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പം അതിലും നല്ലത്, കാരണം ഇതിൽ 2-3 ഫാക്ടേഴ്സ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ബേസ്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ കാര്യം. അപ്പോൾ ബേസ്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു നല്ല ടെനൻറ്റ് അല്ലെങ്കിൽ അതൊരു ടെൻഷനാണ്, ഹെഡേക്കാണ്, വറിയാണ്, അതിനൊരു കോസ്റ്റ് ഉണ്ട്.
പിന്നെ നമ്മൾ അടുത്ത വീട് എടുക്കുമ്പോഴും നമുക്ക് ഈ ഉള്ള എന്താ പറയുക കൂട്ടുപലിശ എന്ന് പറഞ്ഞ ആ ഒരു രീതിയാണ്. അപ്പോൾ ഇക്വിറ്റിയുടെ മുകളിലും ഇൻട്രസ്റ്റ് വരും. പിന്നെ നമുക്ക് അതിൽ നിന്ന് എത്രമാത്രം ബെനിഫിറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. പിന്നെ പ്രൈമറി റെസിഡൻസിന് മാത്രമേ നമുക്ക് കിട്ടുന്ന വാല്യൂവിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ളൂ. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് ഇപ്പം ബ്രാക്കറ്റ് ഒത്തിരി മാറ്റിയിട്ടുണ്ട്. 63% വരെ ടാക്സിബിൾ ആണ്. അപ്പം ദാറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ശരിക്കും ഇത് വർത്താണോ, അതെയോ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ തന്നെ കടമെടുത്ത് അടുത്ത വീട് മേടിച്ചു എന്നിട്ട് ബാങ്കിൻ്റെ ഒരു കളക്ഷൻ ഏജൻറ്റിനെ പോലെ വർക്ക് ചെയ്യുവാണ് നമ്മൾ. എന്നിട്ട് അത് റെൻറ്റിന് കൊടുത്തു, ആ റെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ ബാങ്കിൽ അടയ്ക്കുന്നു. അപ്പം ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഉള്ള വീടിൻ്റെ കടം എത്രയും പെട്ടെന്ന് അടച്ചു തീർത്ത് ഫ്രീ ആവുക, എൻജോയ് യുവർ ലൈഫ്, ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു സീ അറൗണ്ട്. ഫിനാൻഷ്യൽ ബേർഡനാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തെയും അവരുടെ ഫാമിലി ലൈഫിനെയും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും വർക്ക് ലൈഫിനെയും പ്രെയർ ലൈഫിനെയും എല്ലാവരെയും ബാധിക്കും. അപ്പം അതിൽ ഏറ്റവും നമ്മളെപ്പോഴും പറയല്ലേ, ഒരു ഇവിടുത്തെ നമ്മുടെ ഈ കാനഡയിലെ ആൾക്കാരെ എല്ലാ സാഹിബന്മാരെ കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്താ പറയണ്ടത്, അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറുണ്ട്. നമ്മുടെ ആൾക്കാർക്കാണ് എന്താ അംബീഷൻ കൂടുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ അത്യാഗ്രഹമാണോ, നമ്മൾ വറീഡാണോ ഒത്തിരി ഫ്യൂച്ചറിനെ കുറിച്ചോ, അവരൊന്നിനെക്കുറിച്ചും വറീഡല്ല. അവർ സമ്മർ വരുന്നു, ട്രാവൽ ചെയ്യുന്നു, കയാക്കിങ്ങിന് പോകുന്നു, അവർ എൻജോയ് ചെയ്യണം. നമ്മളും അങ്ങനെ എൻജോയ് ചെയ്യുക. അവരുടെ ഈവൻ ലൈഫ് സ്പാൻ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾക്ക് ഒത്തിരി ടെൻഷൻ, പ്രഷർ, കൊളസ്ട്രോൾ, BP ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല. അപ്പം ഞാൻ പറയുന്നതാണെങ്കിൽ ഉള്ള വീടിൻ്റെ അടവ് എത്രയും പെട്ടെന്ന് തീർത്ത് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അത് പക്ഷേ പേഴ്സണൽ ചോയ്സ് ആണ്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണ് വീട് മേടിക്കുന്നത്, പേഴ്സണൽ ചോയ്സ്. അല്ലെങ്കിൽ ഞാൻ പറയും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ചിട്ട് റെഡ്യൂസ് യുവർ എന്താ പറയണ്ടേ പേയ്മെൻറ്റ്, അല്ലെ മേക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ്. ഒരു വലിയൊരു കാര്യം ഇതിൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് സേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മൾക്ക് ഒരു വർഷം ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഈ 35 ഇയർ അമോർട്ടൈസേഷൻ പീരീഡിൽ നിന്ന് നമ്മൾ ഒത്തിരി ആ ആഡ് ചെയ്യുന്ന എമൗണ്ട് നേരെ പോകുന്ന പ്രിൻസിപ്പളിലേക്കാണ്. നമുക്ക് അപ് ടു 20% വരെ മിക്ക ബാങ്കുകളും സമ്മതിക്കുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പേയ്മെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു ബോണസ് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം വന്നെങ്കിൽ നമ്മൾ ആ പൈസ പ്രിൻസിപ്പളിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ ടെന്യൂർ ഒത്തിരി കുറഞ്ഞു കിട്ടും. അത് വളരെയധികം നമ്മുടെ ലോണ് നമുക്ക് പെട്ടെന്ന് അടച്ചു തീർക്കാനും എന്താ പറയുക ഹാപ്പി ലൈഫിനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ അത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ആദ്യം ബേസ്മെൻ്റ് എന്നുള്ളൊരു ട്രഡീഷൻ ആയിരുന്നല്ലോ, ബേസ്മെൻറ്റിൽ പോയി താമസിക്കുക. നമ്മളിനി പോയി കാണാൻ പോകുന്ന വീട് പോലും അവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും പുതിയ ടെനൻ്റ് അവിടെ വരുന്നത് $1900 1900 കൊടുത്താണ്. അവർ വന്ന സമയത്ത് കുറഞ്ഞ ഇതിലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ജോബീഷിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഇപ്പം പുതിയതായിട്ട് വരുന്നൊരു കോണ്ടോ റെൻ്റ് ചെയ്യുന്നതാണോ അതോ ഈ വെട്ടമില്ലാത്ത ബേസ്മെൻറ്റിൽ തന്നെ പോകുന്നതാണോ നല്ലത്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ കുറച്ച് നമ്മുടെ ആൾക്കാർക്കൊരു എന്താണെന്ന് വെച്ചാൽ അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതെല്ലാം കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ലോണ് ഒത്തിരി കൂടിയായിരുന്നു, അല്ലെങ്കിൽ EMI കൂടി ആൾക്കാർക്ക് ഒരു ബേർഡനായി വന്ന സമയത്ത് ഒത്തിരി ഫിനിഷ്ഡ് ബേസ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും ഉള്ള ഗ്രൂപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ മതി, ഒത്തിരി ഫിനിഷ്ഡ് ബേസ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അവൈലബിലിറ്റി ഒത്തിരി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊറൻറ്റോ വൈഡ് ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഒത്തിരി പ്രീ കൺസ്ട്രക്ഷൻ കമ്പനി ബിൽഡേഴ്സും ഡെവലപ്പേഴ്സായിട്ട് നമ്മൾ ഡേ ടു ഡേ ഡീൽ ചെയ്യുന്നതായെന്ന് പറയുകയാണ്. ഒത്തിരി കോണ്ടോസ് അവൈലബിൾ ആണ്, സെയിലാകാതെ നിൽക്കുന്നുണ്ട്, കാരണം മാർക്കറ്റ് സിറ്റുവേഷൻ കൊണ്ട്. അപ്പം പല ബിഗ് ബിൽഡേഴ്സും ഇപ്പം എന്താ പറയുന്നത് മാഡിസൺ, ഫസ്റ്റ് ഗൾഫ്, ഇവരെല്ലാം അവരുടെ പ്രോപ്പർട്ടീസ് വിറ്റുപോകാത്ത കോണ്ടോ, അതായത് ഫുൾ കോണ്ടോ യൂണിറ്റ് റെൻറ്റബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ബ്രാൻഡ് ന്യൂ കോണ്ടോ 1 bedroom 2 bedroom അവൈലബിൾ ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് അവർക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും, റെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കാം. പിന്നെ ഒരുപാട് കോണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൻ്റെതായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് കുറവാണ്, വിൻ്ററിന് തണുപ്പ് കൂടുതലാണ്. പിന്നെ പേഴ്സണലി നമ്മുടെ ആൾക്കാർക്ക് ബേസ്മെൻറ്റിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു
വിഷമമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റി ആൾക്കാരാണ് നമ്മൾ കൂടുതൽ. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അത് എനിക്ക് തോന്നുന്നതാണ്. ഇപ്പം നമ്മുടെ എവിടെ പോയാലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു വിജയത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും നമ്മുടെ ID കൊടുക്കുമ്പോൾ നമ്മുടെ IDയിലെ അഡ്രസ്സിൽ നമ്മൾ വരുവാണെങ്കിൽ ബേസ്മെൻറ്റിൽ എന്ന് പറയുമ്പം അപ്പം ആരും ഇവിടെ ഒന്നും പറയലേ പോലും പീപ്പിൾ മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനേക്കാളും ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തതായിരിക്കാം. അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ്, കോണ്ടോ യൂണിറ്റ്സ് പുതിയത് അവൈലബിൾ ആണ്, ടൗൺ ഹൗസസ് അവൈലബിൾ ആണ്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് പുതിയതായിട്ടൊക്കെ വരുന്നവരെയൊക്കെ നമുക്ക് PR വരുന്നവർ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിലയബിൾ ആയിട്ട് നോക്കാൻ പറ്റുന്ന, ഇപ്പോൾ എനിക്കറിയാം മാർക്കറ്റ് പ്ലേസിലോ പിന്നെ കിജിജിയിലോ ഇവിടെയൊക്കെ വരുമ്പോൾ ഒത്തിരി സ്കാംസും വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കുമുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ലിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഞാൻ realtor.ca, ഓക്കെ, അത് ടൊറന്റോ റിയൽ എസ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബോർഡ് മോണിറ്റേർഡ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയുള്ള അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് വളരെ റിലയബിൾ ആണ്. അത് അപ് ടു എവറി അവർ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിൽ നിന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിംഗ് ഏജൻറ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു കോണ്ടോ റെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു സോ അഡ്രസ്സിൽ ആ പ്രോപ്പർട്ടി അതിൽ കോണ്ടാക്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ട് ആ ഏജൻറ്റിനെ വേണേൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ഒരു എന്താ പറയണ്ടേ, ഒബിയസ്ലി പുതിയ ആൾക്കാർ വരുമ്പം ഇതിലൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം കോണ്ടോസ് കൂടുതലും ചെക്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ, ഇൻകം അല്ലെങ്കിൽ അവർക്ക് കോസൈൻ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതാണ് അവർക്കൊരു ചലഞ്ചുള്ളത്. പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു കോണ്ടോ എടുക്കുന്നതിലുള്ളൊരു ചലഞ്ച് അതാണ്. അതല്ലാതെ ഞാനിപ്പോൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് വൺസ് എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാർ പോലും ദേ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ബേസ്മെൻറ്റ്. അപ്പം ഒന്നും നിങ്ങൾ വളരെ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വീട് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ദർ ആർ അതർ ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു 10 മണിക്കൂറായിരിക്കും ജോലിയും റോഡും ഒക്കെ ആയിട്ട് കഴിയുന്നത്. ബാക്കി 14 hours നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ ആയിരിക്കുന്ന സ്ഥലത്തിന് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ വെൽക്കമിങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നൊരു സ്ഥലമായിരിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ ജീവിക്കുക. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് തോട്ട്സ് എല്ലാം മാറുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. തീർച്ചയായിട്ടും അതൊരു നല്ല റെഫറൻസ് ആണ്, realtor.ca. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ പിന്നെ നമുക്കറിയാം ഒത്തിരി പേര് മലയാളികളും ധാരാളം ആളുകളുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നമ്മളൊരു ജനറൽ ബ്ലോഗായിട്ട് ചെയ്യുന്നതാണ്. അപ്പം realtor.ca നോക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് 1-on-1 സെഷൻ വേണമെങ്കിലോ ഒക്കെ ജോബിഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. വീട് വാങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ജോലി കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയി നമ്മൾ വീടെടുത്തിട്ടും കാര്യമില്ല. ഉള്ള ജോലി കളഞ്ഞിട്ട് നമ്മൾ വീട് വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്നതുകൊണ്ടും പ്രയോജനമുള്ളതാണ്. എനിക്കിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ മറ്റ് പ്രോവിൻസുകളിലോട്ട് ആളുകൾ പോയി വാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ലൊക്കേഷൻ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിലാണേലും ഇവിടെയാണേലും സെയിം ഇതാണ്. ലൊക്കേഷൻ ഈസ് മണി. നമ്മൾ എവിടെയാണോ ഏറ്റവും നല്ല ലൊക്കേഷനിലായിരിക്കുമ്പം അവിടെ അപ്രൈസൽ വാല്യൂ ആണെങ്കിലും വീടിൻ്റെ അപ്രിസിയേഷൻ എല്ലാം കൂടുന്നത് അത് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മളൊരു GTA വർക്ക് ചെയ്യുന്ന ഒരാൾ ഇപ്പം നയാഗ്ര അല്ലെങ്കിൽ കേംബ്രിഡ്ജ് അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ പോയി വീട് മേടിക്കുന്നത് ഞാൻ ടോട്ടലി അഗെയിൻസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ കമ്മ്യൂട്ടിൻ്റെ കോസ്റ്റ്, അതായത് ഇപ്പം നയാഗ്രയിൽ നിന്ന് നമുക്ക് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് വരണേൽ അല്ലെങ്കിൽ മിസ്സിസാഗെ വരണമെങ്കിൽ ഗ്യാസിൻ്റെ പ്രൈസ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ലൈഫ്, ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി സ്ട്രെസ്ഫുള്ളാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒത്തിരി കോൺസെൻട്രേഷൻ വേണം. അപ്പം ഗ്യാസ് പ്രൈസ്, കാറിൻ്റെ സർവീസ്, ഇതെല്ലാം ആഡ്സ് ഓൺ ടു യുവർ എക്സ്പെൻസസ്. അപ്പം അതിലും നല്ലത് നമുക്ക് എന്താ പറയണ്ടേ, നയാഗ്രയിൽ പോയി വലിയൊരു വീട് മേടിക്കാതെ ഇവിടെ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ചെറിയ വീട് കിട്ടുമെങ്കിൽ എനിക്കൊന്ന് ദാറ്റ് സേവ്സ് അപ്പ്. പിന്നെ അപ്രിസിയേഷൻ വാല്യൂ എപ്പോഴും ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം GTA അപ്രിഷ്യേറ്റ് ചെയ്തതുപോലെ ഇപ്പം വേറൊരു സ്ഥലത്തും ഇത് അപ്രിസിയേഷൻ അത്ര പെട്ടെന്ന് വന്നിട്ടില്ല.
പിന്നെ നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ജോലി ഈ സ്ഥലത്തിനടുത്താണെങ്കിൽ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരാളേലും വീടിനടുത്താണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും വീട്ടിലെ കാര്യങ്ങളും മാനേജ് ചെയ്യാനും, എന്താ പറയണ്ടേ, ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് പിള്ളേരെ പിക്ക് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം മുമ്പാണ്. അപ്പോൾ ഞാനതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനറലായിട്ട് സെർച്ച് ചെയ്ത കുറേ പ്രോഗ്രാംസ് നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോഴ്സുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഹോം ഇൻസ്പെക്ടർ കോഴ്സ്, പിന്നെ മോർഗേജ് ലെവൽ 1 ഏജൻറ്റ് ആകാനുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫണ്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസാണ്. അതുകൂടാതെ നമുക്ക് എന്തൊക്കെ പ്രൊഫഷൻസാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഉള്ളത്, പുതിയതായിട്ട് വരുന്നവർക്കും അല്ല ഇപ്പം ജോബ് സ്വിച്ച് ചെയ്യേണ്ട ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതൊരു വലിയൊരു ഫീൽഡാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ഫീൽഡാണ്. ഓക്കെ, കാരണം ഒത്തിരി ഇമിഗ്രൻസ് വരുന്നുണ്ട് ഓരോ വർഷവും. അപ്പം പിന്നെ ഇവിടെ ഒരു ഹൗസിംഗ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒത്തിരി കോണ്ടോസും യൂണിറ്റ്സ് ആഡ് ചെയ്തെങ്കിലും സ്റ്റിൽ ഷോർട്ടേജ് ഉണ്ട് അവിടെ. അപ്പം ഈ ഒരു ഫീൽഡിൽ ഇനിയിപ്പോൾ ബിജോ ചേട്ടൻ്റെ സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സ് അവർക്ക് ഞാനൊരു ഓഫർ തരാം. ഞങ്ങൾ മെട്രോ വൈഡ് റിയാലിറ്റി ബ്രോക്കറേജ് ലിമിറ്റഡ് ആണ്. ഞങ്ങളുടെ ഫാമിലി ഓൺഡാണ്. ഞങ്ങൾ ഒരു 40 year old ബ്രോക്കറേജ് ആണ്. അപ്പം ഇതുമായിട്ട് ഇനി ആർക്കെങ്കിലും ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ മന്ത്ലി ചാർജസ് ഒന്നും ഞങ്ങൾ ചാർജ് ചെയ്യാറില്ല. അപ്പം ഓൾ ആർ വെൽക്കം. അത് ആയിട്ട് ഇനിയിപ്പം റിയൽ എസ്റ്റേറ്റിൽ ഇത് ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ ഒരു ബ്രോക്കറേജിൻ്റെ സപ്പോർട്ട് വേണം ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ. അപ്പം അത് ഞങ്ങൾ സഹായിക്കാം, ഒരു കുഴപ്പമില്ല. ഞങ്ങളൊരു ഫാമിലി ബിസിനസ്സാണ്. വളരെ ചെറിയ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് അല്ലെ ഒരു ടൈൽ പോകുന്നൊരു കമ്പനി. അപ്പം വെൽക്കം ടു അവർ ഫാമിലി എന്നേ ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ലൈസൻസ് കിട്ടാൻ വേണ്ടി സാധാരണഗതി എത്ര നാളെടുക്കും, പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്? അത് നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണുള്ളത്. ഞാൻ ആക്ച്വലി എനിക്കൊരു റെക്കോർഡുണ്ട് ഇവിടെ. ഞാൻ 6 months റിയൽ എസ്റ്റേറ്റും മോർഗേജിൻ്റെ ലൈസൻസ്. വെരി ഗുഡ്. അപ്പം ഇത് എൻ്റെ ഏറ്റവും പക്ഷേ ഞാൻ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. ഇത് നമ്മൾ എത്ര പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, അടുത്ത മോഡ്യൂളിലെ അടുത്ത കോഴ്സിലേക്ക്. അപ്പം അങ്ങനെ 4 എക്സാംസ് ഉണ്ട്, പിന്നെ 2 ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 years ആണ് മാക്സിമം അലൗഡ് ടൈം. ഇവിടെ ആ ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് നമ്മുടെ ഹംബർ കോളേജാണ് ഓഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ ടൈം മുതൽ നമുക്ക് 2 year ടൈമാണുള്ളത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസ് മാത്രമല്ല, ഇത് ഞാൻ പറയാം, ഒരു ആൾക്കൊരു വീട് മേടിക്കുമ്പോൾ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇതിൽ. കാരണം ഞാൻ അവർക്ക് വീട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിൽ വരുന്ന ആൾക്കാരാണ് ഹോം ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അതും ഒരു വെൽ പെയ്ഡ് ജോബാണ്. അത് ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ മോർഗേജ് ഏജൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ലോയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക, പ്രോപ്പർട്ടി മാനേജ്മെൻ്റ് ഉണ്ട്, ഫെസിലിറ്റീസ് മാനേജ്മെൻ്റ് ഉണ്ട്, പ്ലംബിങ്, ഇവിടെ സർട്ടിഫൈഡ് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പിന്നെ എന്താ പറയുക ബ്ലൈൻഡ്സിൻ്റെ വർക്ക് ചെയ്യുന്നവർ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏത് രീതിയിൽ വേണേലും അത് നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇതെല്ലാം വെൽ കണക്റ്റാണ്. ഇവിടെ ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ട്. ഞാൻ പിന്നെ പറയുവാണെങ്കിൽ പറയും, ഇതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലേഡി ഏജൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വരണം. കാരണം നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ അത്രമാത്രം കൂടിയിട്ടുണ്ട്. ഒത്തിരി യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒത്തിരി ഇനി യങ്സ്റ്റേഴ്സ് ഏജൻസ് ആയി വരണം. പിന്നെ ലേഡീസിനാണെങ്കിലും പാർട്ട് ടൈമായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിനായിട്ട്
എനിക്ക് തോന്നുന്ന ആൾക്കാരുടെയൊക്കെ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ അതെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണോ എന്നൊക്കെ ഒരു തോന്നൽ. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം മിക്ക വ്യൂവിങ്സും വീട് ഇപ്പം ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു കപ്പിളിനെയാണ് നമ്മൾ വീട് കാണിക്കുന്നതെങ്കിൽ അവർക്ക് ഒബിയസ്ലി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവർക്ക് ജോലി ഒഴിവാക്കി വീട് കാണാൻ വരാൻ പറ്റും. പക്ഷേ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ആഫ്റ്റർ അവേഴ്സ് ആയിരിക്കും, ആഫ്റ്റർ ഓഫീസ് അവേഴ്സ് ആയിരിക്കും. ഈവനിങ്സിലാണ് കൂടുതലും വ്യൂവിങ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ വീക്കെൻഡ്സിലായിരിക്കും. അപ്പം പാർട്ട് ടൈം ആയിട്ടും ചെയ്യാവുന്നതാണ്. ദർ ഇസ് എന്താ പറയുന്നത്, നത്തിങ് ദാറ്റ് സ്റ്റോപ്സ് യു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഡെസ്റ്റിനി നമ്മളാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം പുട്ട് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട്, മേക്ക് മോർ മണി, ലീവ് ഹാപ്പിലി അല്ലേ, അങ്ങനെ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് വേണമെങ്കിലും പറഞ്ഞില്ല, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മോർഗേജ് ലൈസൻസ് എടുത്താലും മോർഗേജ് ലൈസൻസ് റെമിക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് ചെയ്യാം. ഇതെല്ലാം എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഒരിക്കൽ വീട് മേടിച്ചു, പിന്നെ ചില ആൾക്കാർ വീട് മേടിക്കുമായിരിക്കും, ചിലർ വിൽക്കുമായിരിക്കും. പക്ഷേ അതേസമയം ഇൻഷുറൻസ് എവറി ഇയർ അവർ റിന്യൂ ചെയ്യുന്നതാണ്. യു പ്രൊവൈഡ് എ ക്വാളിറ്റി ആൻഡ് എ ബെറ്റർ സർവീസ്, ഡെഫിനറ്റ്ലി ദേ ആർ ഗോണ കം ബാക്ക് ടു യു. മോർഗേജ് റിന്യൂവലുണ്ട്, എവറി 2, 3 അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ റിന്യൂവലുണ്ട്. സോ അതേ പറഞ്ഞുള്ളൂ, മൾട്ടിപ്പിൾ ഇതുണ്ട്. പിന്നെ വീടുകൾക്ക് പഴക്കം വന്നു കഴിയുമ്പം ഒരുപാട് മെയിൻ്റനൻസുകൾ ഇവിടെ വരാറുണ്ട്. ഷിംഗിൾസ് മാറ്റണം, ഫർണസ് മാറ്റണം, ഇലക്ട്രീഷ്യൻ വേണം, പ്ലംബേഴ്സ് വേണം. സോ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതല്ല, ഈ ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് അനന്തമായ സാധ്യതകളാണ്. ഏജൻസ് മാത്രമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഏജൻസ് ആണെങ്കിലും നമുക്ക് ഇനി ഒരുപാട് ഏജൻസ് വരണം. യങ് ബ്ലഡ് വരട്ടെ. എന്താ പറയുക, വയസ്സായതല്ല. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഒരു ടോപ്പിക് തന്നെയാണ് ഇപ്പം അത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരിലൊക്കെ പ്രൊഫഷനിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക, നമുക്ക് ലിങ്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ജോബിഷിനെ വെച്ച് തന്നെ ഒരു വെബിനാർ എടുത്തേക്കാം. നമുക്ക് സബ്ജക്റ്റ് എക്സ്പേർട്സിനെ എപ്പോഴും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം ഞാനൊരു ബുക്ക് എഴുതുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാനിതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വേർഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് PR ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കനേഡിയൻ സ്കിൽസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ HVAC-ൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്, ഹീറ്റിങ്ങിൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്, പിന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ തന്നെ മോർഗേജ് ലൈസൻസിങ്ങിനുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. ഹോം ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത്തരമെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു കരിയറിൽ നല്ലതായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ മെട്രോ വൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രൊഫഷനിലേക്ക് തന്നെയുള്ള ഈ റിയൽറ്റി സ്ഥാപനം, അത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കരിയർ തരാൻ സാധിക്കും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഇപ്പം സ്റ്റുഡൻസ് വരുന്നവരൊക്കെ സ്കിൽഡ് ട്രേഡ്സിലോട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം പവർ ടൂൾസ് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ജോബിഷൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാതെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം താഴെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിങ്ക് ഇട്ടോളാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ നമുക്ക് ഇനിയിപ്പം 1-on-1 ആയിട്ടുള്ള സെഷൻസും പിന്നെ ഒരു ഗ്രൂപ്പ് സെഷനായിട്ട് നമുക്ക് ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി കൂടിയേക്കാം അല്ലേ? പുതിയതായിട്ട് വീട് മേടിക്കാൻ വേണ്ടി പ്ലാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, ലിങ്ക് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 1-on-1 സെഷൻ വേണമെങ്കിൽ അത് പറയുക. അല്ലെങ്കിൽ ഇൻ പേഴ്സണായിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോബിഷനെ നേരിട്ട് മീറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ വേണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും പാർക്കിലോ എവിടെ വേണമെങ്കിലൊക്കെ പോയി മീറ്റ് ചെയ്ത് ഒരു ഗെറ്റ് ടുഗദറായിട്ട് തന്നെ ചെയ്തേക്കാം. അങ്ങനെ എല്ലാ സംസാരവും എല്ലാം എന്താ പറയണ്ടേ, ഇപ്പം എന്നെ വിളിക്കുന്ന ഒരു ദിവസം 10 പേര് വിളിച്ചാൽ അതിൽ എല്ലാവരും വീട് മേടിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അതിലല്ല സംസാരിക്കുക, റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയണ്ടേ, എല്ലാവരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നു, ഇടപെടുന്നു, അറിയുന്നു. ഇവിടെ ബന്ധങ്ങളാണ്. നമുക്ക് ഇപ്പം നാട്ടിൽ നിന്ന് വന്ന് നമുക്കൊക്കെ റിലേറ്റീവ്സൊക്കെ കുറവായിരിക്കും, കുറച്ച് ഫ്രണ്ട്സും. അപ്പം ബന്ധങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പോ അല്ലെ റിലേഷൻഷിപ്പാണ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം എന്നോടൊരു കാര്യം ചോദിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഈ കാനഡ എന്ന് പറയുന്നതുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയത് ഒരു ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും ഉള്ള ഒരാൾക്കാണെങ്കിൽ വിജയിക്കാൻ 100% പറ്റുന്നൊരു സ്ഥലമാണ്. ഞാൻ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ആൾക്കാർ ബാക്കി എന്തൊക്കെ പറഞ്ഞാൽ അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പം നമ്മളാണ് ഇത് എങ്ങനെ നമ്മളിത് കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിത് എങ്ങനെ അത് കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു
എന്താ പറയണ്ടേ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം HVAC ടെക്നീഷ്യനൊക്കെ അവറിൽ ചാർജ് ചെയ്യുന്നത് ഒത്തിരി, എനിക്കിപ്പോൾ ഇതിൽ എമൗണ്ട്സ് പറയാൻ പറ്റില്ല. സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഗ്യാസ് ഫിറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒത്തിരി ആൾക്കാർ. ഇപ്പം അപ്ലയൻസസ് ഫിറ്റ് ചെയ്യണത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. പുതിയ വീട് വാങ്ങുന്ന ഒരാൾക്ക് അപ്ലയൻസസ് എല്ലാം കണക്ട് ചെയ്യണം. ഇപ്പം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇപ്പം നമ്മൾ ബാക്കിയുള്ള സ്റ്റോറിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പം അത് വന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, ഫർണിച്ചർ അസംബിൾ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഒത്തിരി ഡിമാൻഡുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളത് എക്സ്പ്ലോർ എന്താ പറയുക ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എല്ലാവരും അത് പഠിക്കട്ടെ, കയറി വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒത്തിരി പേര് വീട് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നോട് വീട് വാങ്ങാൻ വേണ്ടി റിയൽട്ടർ പറഞ്ഞ സമയത്ത് അദ്ദേഹം അലക്സാണ്ടർ എന്ന് പറഞ്ഞ എൻ്റെ റിയൽട്ടറായിരുന്നു. അപ്പം അദ്ദേഹം നന്നായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അപ്പം ചേട്ടനെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു, പല സ്ഥലങ്ങളും പോയി വീടുകൾ കാണിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഐഡിയ എല്ലാവരും വീട് വാങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷെ വീടുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു താല്പര്യമായി. ഓക്കെ, അപ്പോൾ ജ്യോതിഷിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർ നമുക്കിത് പറ്റുമോ എന്ന് നോക്കിയിരിക്കണോ, അതോ വെറുതെ കുറേ വീടൊക്കെ കാണാൻ പോയി തുടങ്ങിയാൽ നല്ലതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ പറയും, ഒന്ന് സേവ, അത് കഴിഞ്ഞ പാടെ വൺസ് യു ആർ ഇൻ എ കംഫർട്ടബിൾ സ്റ്റേജ്, രണ്ടുപേർക്കും കുഴപ്പമില്ല, ജോലിയാണ്, എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സ്റ്റാർട്ട് സീയിങ് ഹൗസസ്. ഓപ്പൺ ഹൗസസ് ഇവിടെ അവൈലബിൾ ആണ്. ആർക്കും ഓപ്പൺ ഹൗസസ് ഉള്ള വീടുകളിൽ പോയി നോക്കാം. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വീടുകൾ കാണുന്നു, ഓരോ വീടിനും ഓരോ ഡിഫറെൻറ്റ് സ്റ്റോറീസ് കാണും, അല്ലെങ്കിൽ ലേ ഔട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല ഒരു വീട്ടിൽ. അപ്പം എത്രത്തോളം വീടുകൾ കാണുന്നു അത്രത്തോളം നമുക്ക്, ഞാൻ പറയും, യു ഗെയിൻ നോളജ്. നമുക്ക് എന്താണെന്ന് കാര്യങ്ങൾ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ മേ ബി ഒരു 6 months മുമ്പ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പറയും ഓപ്പൺ ഹൗസസ് കാണുക. പിന്നെ ഒരു റിയാലിറ്ററുമായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിലെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വീട് കാണാൻ പോകുന്ന ബോബി ആണെങ്കിലും ചിന്നുവിൻ്റെ കേസിലാണെങ്കിലും ഞങ്ങൾ ആ 1 monthനുള്ളിലാണ് ആ വീട് ഞങ്ങൾ റെഡിയാക്കിയത്. ഫ്രം പർച്ചേസ് ടു ക്ലോസ്. ഭയങ്കര ഫാസ്റ്റായിരുന്നു. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിക്കുന്നത് എല്ലാ ബന്ധങ്ങളിലും, അതിലിപ്പം ദാമ്പത്യ ജീവിതത്തിലാണേലും ഫ്രണ്ട്ഷിപ്പിലാണേലും ബിസിനസ് റിലേഷൻഷിപ്പിലാണേലും ഒരു ട്രസ്റ്റാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം. നമുക്ക് അങ്ങോട്ടും ഒരു വിശ്വാസം വരണം. അതിപ്പം ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ബോബി അല്ല ചിന്നു വന്നപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക ഏറ്റവും നല്ലത് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നിൽ ഉള്ളൊരു കടമ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഹാർഡ് ഏൺഡ് മണിയാണ്, ഒരാളുടെ ലൈഫ് സേവിങ്സ് ആണ് അവരെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. അപ്പം എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ, അത് എനിക്കൊരു മാനസികമായിട്ട് അല്ലെ ആർക്കാണെങ്കിലും ഒരു വിഷമം വരുന്നതായി, നമ്മൾ കാരണം ഒരാൾക്കൊരു മോശം വരുക, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സേവിങ്സിന് ഒരു പ്രശ്നം വരാൻ പാടില്ല. അവർക്കിപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആർക്ക് വീട് മേടിക്കുമ്പോഴാണേലും അത് എനിക്ക് മേടിക്കുന്ന പോലെ ഞാൻ കരുതിയാണ് മേടിക്കുന്നത്. കാരണം ഞാൻ ഇവരെ 8 വീട് കാണിച്ച ദിവസമാണ്. ഓക്കെ, ഇത് ഒഷാവയിലാണല്ലോ അല്ലേ? ഒഷാവ കർട്ടിസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരം റീജിയനാണ്. ഓക്കെ. അത് GTA ഉള്ളിൽ തന്നെയുള്ള സ്ഥലമാണ് നമുക്കത്. ഞാനിവിടെ അടുത്ത് തന്നെ കേട്ടോ. നമ്മളതൊന്നും കേട്ടിട്ടും കണ്ടില്ലാത്ത പോലെ വർത്തമാനം പറയുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നും. എജാക്സ് ആണ് ഞാൻ താമസിക്കുന്നത്, നല്ല റീജിയനാണ്. അപ്പം നിങ്ങളും തുടങ്ങിയത് എനിക്ക് തോന്നുന്നു എജാക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ആക്ച്വലി ഞങ്ങൾ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു ഏരിയയിൽ ഒരു ടൗൺ ഹൗസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കുറച്ച് പോയിന്റ്സ് എത്തിയപ്പം ഞാൻ അവരെ ജസ്റ്റ് ഒരു ചേഞ്ച്, ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്കൊരു ഡിറ്റാച്ച്ഡ് വീട് ഒരു 10 minutes ഡ്രൈവ് എക്സ്ട്രാ വരുന്നുള്ളൂ, ഒന്ന് കണ്ടുകൂടാ എന്ന്. അപ്പം എനിക്ക് തന്നെ ഒരു ദിവസം ഞങ്ങൾ 8 വീട് കണ്ട ദിവസമാണ്. 8 വീട് കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് 1-2 വീട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊരു തൃപ്തിയില്ല. ഞാനന്ന് ഇവരോട് പറഞ്ഞു, ഞാൻ ആ ഒരു എന്താ പറയുന്നത് സന്തോഷമില്ലാതെയാണെന്ന് മടങ്ങുന്നത്. കാരണം നമ്മൾ ഫോട്ടോ കണ്ടതോ അല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നമ്മൾ ആക്ച്വൽ വീട് കാണുമ്പോൾ ഒരു
വരുന്നു, ചിലപ്പോൾ നെയ്ബർഹുഡ് ഗുണമില്ലാതെ വരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങളൊരു കേർട്ടിസ് നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ടൗൺ ഹൗസിൻ അല്ലെ ഇവിടെ നമ്മൾ ജാക്സ് അല്ലെ പിക്കറിങ് മാക്സിമം നമ്മൾ വിബ്ബി വരെ നോക്കി അവിടുത്തെ ഒരു ടൗൺ ഹൗസ് മേടിക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾക്കൊരു ഡിറ്റാച്ച്ഡ് വീട്, ഇതിപ്പോൾ നമ്മൾ വീട് കാണുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയി. ഇപ്പോൾ പറയുകയാണെങ്കിൽ എടുത്തു പറയുന്നത് നല്ലൊരു നെയ്ബർഹുഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൗസ് വാമിംഗ് സെഷനിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കമൻസൊക്കെ മടിക്കാതെ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഫംഗ്ഷനിലോട്ട് കിടക്കാം. പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും നേരാം. ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എപ്പോഴും എപ്പോഴും എന്നേക്കും. അല്പവിശ്വാസികളെ നിങ്ങൾ അവിടുന്ന് അത്രയധികം അനുഗ്രഹിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. ജീവിതക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ പിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ഇതിന്റെ ലോഡ് സൈസ് ഒക്കെ പറയാം. അങ്ങനെ ഇത് 40 by ഫ്രണ്ടേജ് 40 ആണ്. 100 ഫീറ്റ് ഡെപ്ത് ആണ് ഉള്ളത്. ഈ വീട് 1800 to 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് അല്ലേ. 3 ബെഡ്റൂം ആണ്. ബേസ്മെന്റ് ഉണ്ട്, എന്താ പറയുക, വാക്കൗട്ട് സൈഡ് എൻട്രൻസും ഇല്ല. ഒരു റെക്രിയേഷൻ ഒരു ബെഡ്റൂമും ആയിട്ട് ഫിനിഷ്ഡ് ബേസ്മെന്റ് ആണ്. കിച്ചണും ഇല്ല. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെന്റബിൾ ഫീച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ എന്നാലും അവർക്കൊരു റിക്രിയേഷൻ റൂമും ഒരു ബെഡ്റൂമും ഒരു ഫുൾ ബാത്തും ഉണ്ട്. നമുക്ക് വീട് ഇവിടെയൊക്കെ ഇത് നമ്മൾ എൻ്റർ ചെയ്തു. ഇവിടെ ഒരു പൗഡർ റൂം ഉണ്ട്, ഇവിടെ ക്ലോസറ്റ്, ക്ലോസറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു പൗഡർ റൂം. അതെ, ഇത് പൗഡർ റൂം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഓസ്ട്രേലിയ ഞങ്ങൾ പള്ളി വാങ്ങിയത് 2022 നവംബർ മാസത്തിലാണ്. പള്ളി ഞങ്ങൾക്ക് ഹാർമണി ആൻഡ് കിങ് സെക്ഷനിലൊരു മനോഹരമായിട്ടുള്ള പള്ളിയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു 300-നടുത്ത് ഇടവക്കാരുണ്ട്. ഞങ്ങളുടെ തിരുനാളായിരുന്നു, പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. 650 പേര് തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് വന്നിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഷോപ്പള്ളിക്ക് സ്വാഗതം. മലയാളികൾ ഒത്തിരി പേരുള്ള ഒരു സ്ഥലമാണ്. പള്ളി വാങ്ങിയതിനു ശേഷം ഒരു വർഷം ഏകദേശം 100ഓളം പേര് നമ്മുടെ ഇടവകയുടെ അംഗങ്ങളായിട്ട് ഒത്തിരി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓഷോ നല്ല ശാന്തമായ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഒത്തിരി ആളുകൾ വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറി വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഡൈനിങ് ഏരിയ ആണത്. എല്ലാവരും അവിടെ ഇരുന്നോ? ഞങ്ങളെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ പുറത്തോട്ട് നമുക്ക് അതൊന്ന് പുറത്തോട്ട് കാണിച്ചാൽ വിശാലമായിട്ടുള്ള ഡെക്കും കാര്യങ്ങളും ഉണ്ട്. വിശാലമായിട്ടുള്ള ഡെക്കും കാര്യങ്ങളും ഉണ്ട്. ജോബിഷിന്റെ കുടുംബമാണത്. ഇദ്ദേഹമാണ് നമ്മുടെ പ്രോപ്പർട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. മോനവിടെ നിൽക്കുന്നത്. ഹായ് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ പോകുന്ന ഒരു ബോള് പിന്നെ ഇതിൽ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നെയ്ബേഴ്സ് വളരെ ഫ്രണ്ട്ലി നെയ്ബേഴ്സ് ആണ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഹെൽപ്പിംഗ് ആണ്. അതും വലിയൊരു കാര്യമാണ് കേട്ടോ. പറയേണ്ട ഒരു അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു നെയ്ബേഴ്സ് ആണെന്നാണ് പറയുന്നത്.
പിന്നെ കളിച്ചാനേ Okay. Let me just tell them to come. നമുക്ക് ബെഡ്റൂംസ് സ്റ്റേഴ്സ് നല്ല നമ്മുടെ ഒരു സ്റ്റീപ്പായിട്ട് കയറുന്നില്ല. എവിടെയാണെങ്കിലും നമുക്ക് ഫ്ലവേഴ്സ് വെക്കാനുള്ളൊരു ഇതുണ്ട്. അതെ, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ഈ ഒരു രീതിയിൽ തന്നെയാണ്, നമ്മളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. അത് തട്ടിൽ മാത്രം ആക്കിയെന്നേ ഉള്ളൂ. വെൽ കെപ്റ്റ് ആയിട്ടുള്ളൊരു വീടാണ്. ഓക്കെ, വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ട്. വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ട്. അത് മതി. പിന്നെ ഒരു വാഷ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ട്. കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ്. ഷവറുണ്ട്. ഇവിടെയാണ് 2 ബെഡ്റൂം. സോറി, ഇത് അതുകൊണ്ടോ? അതെ, അവളുമാരെ ഒന്ന് കാണിച്ചത്. അതെ അതെ, ഇവിടുത്തെ നമ്മുടെ പെൺപിള്ളേരാണ് കേട്ടോ. ഇതിന് ട്വിൻസ് ആണ്. ട്വിൻസിന്റെ റൂംസ് ആണത്. ഇത് അവളുമാരെ കാണിച്ച് നമ്മൾ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇവര് 2 പേരെ കാണിച്ചു. അതെ, 3rd ബെഡ്റൂം അല്ലേ. ഇവിടെ നല്ല വ്യൂ ആണ് പുറത്തോട്ട്. ഇതിപ്പോ നേരെ ബേസ്മെന്റ്. കൃഷ്ണനാഥൻ, നമ്മുടെ കൃഷ്ണനാഥനെ പരിചയപ്പെട്ടില്ല കേട്ടോ. കൃഷ്ണനാഥൻ പാല് ഗോപി വീടൊക്കെ മേടിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ കൺഗ്രാജുലേഷൻ. അപ്പൊ മോള് നമ്മൾ 2 മക്കളെ കണ്ടായിരുന്നു. ഇത് ഗോപി. ചിന്നു എത്തിയേ? ചിന്നുവിടെ പോയി. ചിന്നു നമുക്ക് ഇടയ്ക്ക് അവിടെയുണ്ട്. ഇനിയിപ്പോ നമ്മള് ബേസ്മെന്റിലോട്ട് പോവാം. അപ്പൊ ബേസ്മെന്റ് ഇവിടെ ഒരു ഹാളും പിന്നെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസ്മെന്റിലെ റിക്രിയേഷൻ റൂമാണിത്. നമ്മുടെ ഗൃഹനാഥ. എങ്ങനെയുണ്ട് വീടൊക്കെ മേടിച്ചിട്ട്? ഇഷ്ടപ്പെട്ടു. അതെ, വളരെ സന്തോഷം. മുഖത്തുണ്ടത് സന്തോഷം. പെട്ടെന്നെല്ലാം റെഡിയായി കിട്ടി. ഓർത്തതിലും പെട്ടെന്ന്. അതാണ് ഏറ്റവും വലിയ കാര്യം. എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാവും. അപ്പൊ ജോബിഷിന് ഒരു കൺഗ്രാജുലേഷൻ. അയ്യോ, അത് റിയലി അത് പറയാതിരിക്കാൻ പറ്റിയല്ല. മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇവര് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, എന്തൊരു കാര്യമാണെങ്കിലും പരസ്പരം ഒരു വിശ്വാസമാണല്ലോ. അതുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ആ ഒരു വേവ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവരാണെങ്കിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഡീൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഞങ്ങളിപ്പോൾ പെട്ടെന്നാണെങ്കിൽ ഷോർട്ട് നോട്ടീസിലാണെങ്കിൽ ഇപ്പോൾ വ്യൂവിങ്ങിന് പോയി. അപ്പം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഒരു മാസം കൊണ്ടാണ് കേട്ടോ. ദൈവത്തിന് നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് കണ്ടു, വീട് ഇഷ്ടപ്പെട്ടു, വീട് ഇത് കണ്ടീഷൻ ഓഫറാണ് കൊടുത്ത് ഞങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്തു. എല്ലാം നടന്ന് 1 മാസം കൊണ്ട് ഓർഗേജ് അപ്രൂവ് ആയത്. ഇപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരപ്പൂർ എടുക്കാതെ തന്നെയാണ്. പക്ഷെ നമുക്കറിയാമായിരുന്നു കുഴപ്പമില്ലാത്ത ഫയലാണ്. പക്ഷെ എല്ലാം ദൈവത്തിന് അനുഗ്രഹം 1 മാസം കൊണ്ട് വളരെ സ്മൂത്തായിട്ട് നടന്നു കേട്ടോ. ഇവിടെ കാണിച്ചതുകൊണ്ട് ഇവിടെ ലോണ്ടറി കാര്യങ്ങൾ
ഇതിപ്പം ഇതിൽ പഴയ ലാൻഡോട് ലീവ് ചെയ്തിട്ട് പോയതാട്ടോ എക്സ്ട്രാ ഒരു ഫ്രിഡ്ജ്. അതെ അതെ. അപ്പോൾ നമ്മളിത് കണ്ടീഷണൽ ഓഫറായിരുന്നു ഈ വീഡിയോ കൊടുത്തത്. നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്പെക്ഷൻ ചെയ്ത സമയത്ത് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്തു. അത് നെഗോഷിയേറ്റ് ചെയ്ത് വീണ്ടും പ്രൈസ് നമ്മൾ ആദ്യമായിട്ട് ഓഫറിനേക്കാളും കുറച്ചാണ് വീണ്ടും ആ പ്രൈസ് നമ്മൾ അതിൻ്റെ റിപ്പയർ ചെയ്യുന്ന ചാർജ് നമ്മൾ മേടിച്ചു. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇൻസ്പെക്ഷൻ എപ്പോഴും നമ്മൾ പഴയ വീടാണെങ്കിൽ ഇപ്പം ഒരു ബയേഴ്സ് മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുക, എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. വീണ്ടും ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വീണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ പഴയ വീട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് ആണ്. അപ്പോൾ അത് വീണ്ടും അവിടെ ഒരു റൂമുണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ഇതിനൊരു മിസ്റ്റേക്കുകൾ കണ്ടായിരുന്നു ഇൻസ്പെക്ഷനിൽ. അപ്പം നമ്മളത് വീണ്ടും ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ റിപ്പയർ കോസ്റ്റ് വീണ്ടും ഞങ്ങൾ ഇട്ട് ഓഫർ ചെയ്ത് വീണ്ടും കുറച്ചു കിട്ടും. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ടൊന്ന് പേ ചെയ്യുന്നതല്ല ആ റിപ്പയർ. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അത് ആ റൂം യൂസ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ അവിടെ ഒരു മിസ്റ്റേക്കുകൾ വരുത്താൻ എളുപ്പമാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ. പക്ഷേ അത് ഏറ്റവും ചെറിയ രീതിയിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ലൈറ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു എന്താ പറയുക ഒരു തമ്പ് റൂള്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മോഡൽസ് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ അറിയാമായിരുന്നു. എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളിവിടെ ഒരു നമ്മുടെ മലയാളികൾ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ഭക്ഷണമായിരുന്നു. ഇൻഷുറൻസ് ഫോട്ടോ എടുക്കുകയാണ് ഈ വീടിൻ്റെ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ടായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ട് എന്തൊരു ഡൗട്ടുകളോ നമുക്ക് ഇനിയിപ്പം എന്ത് ഗൈഡൻസ് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ആശംസകൾ. താങ്ക് യു.